ശ്രീ രമേശ് ചെന്നിത്തല നിരന്തര ഇടപെടലുകളിലൂടെ കേരള ജനതയുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ നേതാവ്, കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക യാത്രയുടെ അമരത്ത്, സമർപ്പണത്തിന്റെയും ദർശനത്തിന്റെയും സേവനത്തിന്റെയും ഉറച്ച നിലപാടിന്റെയും പ്രതീകമായി നിലകൊള്ളുന്ന നേതാവ്. നമുക്കറിയാം 2026 മെയ് 18 അദ്ദേഹം രണ്ടാമത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്. 2 മാസം പോലും പൂർത്തിയായിട്ടില്ല. എന്താണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്, ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ, കേരള സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? കൈയടിക്കണം, ഈ വേദിയിൽ നമ്മൾ കൈയടിക്കണം. കാരണം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാകുന്നതിന് മുൻപ് ആ ചുമതല ഏൽക്കും എന്നുള്ള പ്രതീക്ഷയിലോ അല്ലെങ്കിൽ ആ വീക്ഷണത്തിലോ അല്ല അദ്ദേഹം സംസാരിച്ചത്. ഇനി ഒരു മന്ത്രിസഭ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ലഹരി മാഫിയകൾ ഉണ്ടാകില്ല, ലഹരി കടത്തുണ്ടാകില്ല, ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാകില്ല എന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞു. പക്ഷെ ആ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടങ്ങി. ലഹരി മാഫിയയുടെ താവളങ്ങളിലെത്തി അവരുടെ അടിവേർ അറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് വേണ്ടിയാണ്, ഈ തലമുറയ്ക്ക് വേണ്ടിയാണ്, വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ വേദിയിലെത്തി നമുക്ക് മുമ്പിൽ നിൽക്കുന്ന അദ്ദേഹത്തെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നമുക്ക് കൈയടിക്കണം, എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണം. കാരണം ഇത് ഈ നാടിന് വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ, അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ഈ ഹരിതാപത്തിലെത്തുമ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന നമ്മുടെ സ്നേഹം ഇത് മാത്രമാണ്. ഈ വേദിയിൽ എത്തിച്ചേർന്ന ശ്രീ രമേശ് ചെന്നിത്തല ഇന്നത്തെ കേരളത്തെ കുറിച്ച് അഭിമാനിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയാണ്. സുരക്ഷിതത്വം, ഐക്യം, നീതി, അവസരങ്ങൾ ഇവയെല്ലാം എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ജനങ്ങളാൽ രൂപപ്പെടുത്തിയ അവരുടെ സ്വപ്നങ്ങൾക്കായി സമർപ്പിതനായ മെച്ചപ്പെട്ട ഒരു നാളേക്കായി പ്രതിജ്ഞാബദ്ധനായ കേരളത്തിന്റെ അഭിമാനമായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയെ ഹരിതാഭത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഹരികുമാറിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ നമുക്ക് കാതോർത്തിരിക്കാം. സ്വാഗതം സാർ. രാത്രികാലങ്ങളിൽ മക്കൾ തിരിച്ചു വരുന്നത് കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന അമ്മമാർ, ബോധമില്ലാതെ കടന്നു വരുന്ന മക്കൾ, അത് പെൺകുട്ടി ആൺകുട്ടി, അതാണ് ഇന്ന് കേരളത്തിൽ പലയിടത്തും കാണാൻ കഴിയുന്നത്. എല്ലാവരും അത് മൂടി വെക്കുകയാണ്, ആരും പറയില്ല. അത്തരമൊരു അവസ്ഥാവിശേഷം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ തകർക്കുകയാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി കേരളത്തെ തകർക്കുകയാണ്.